സ്വർണത്തിനൊക്കെ എന്തൊരു വിലയാണ്. പൊന്നൊന്നും വേണ്ട, പൊന്നല്ലല്ലോ കല്യാണത്തിന്റെ ചന്തം. ഇങ്ങനെ കരുതുന്ന, അതല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന എത്ര കുടുംബങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? അങ്ങനെ പറഞ്ഞ, അത് യാഥാർത്ഥ്യമാക്കിയ ഒരു കുടുംബത്തെക്കുറിച്ച് പറയാം. ഇത് കോഴിക്കോട് സ്വദേശികളായ ബേബി സൽഹയും ഭർത്താവ് ഹർഷദുമാണ്. ദിവസങ്ങൾക്ക് മുൻപാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. ഈ പോയിന്റ് ഞങ്ങൾ പ്രിയോർ നിക്കാഹിൻ്റെ മുമ്പ് ഞങ്ങൾ നല്ലോണം ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അപ്പോൾ ആൾക്ക് ആഭരണത്തിൽ സ്വർണത്തിൻ്റെ ട്രെൻഡ് ഞങ്ങൾക്കൊരു സെയിം കോമൺ മൈൻഡ് സെറ്റാണ്. സോ ഞങ്ങളും ഈ ട്രെൻഡ് വേണ്ട, എന്തിനാ സ്വർണം അലങ്കാരം ഈ കാര്യങ്ങൾക്കൊന്നും എൻ്റെ വൈഫിന് വലിയ താല്പര്യമൊന്നുമില്ല. ഫോർ മീ ആൻഡ് മൈ വൈഫ് വി ആർ സോ ഹാപ്പി. കല്യാണത്തിന് പൊന്നു വേണ്ടെന്ന് സൽഹ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. കുതിച്ചു കയറുന്ന വില ഒരു കാരണം തന്നെയാണ്. എന്നാൽ അതിനപ്പുറം പൊന്നിൽ പൊതിഞ്ഞതല്ല സ്നേഹമെന്നും മനസ്സിന്റെ കരുത്തും ഒരുമയും ഹൃദയവും ഒത്തുചേരുന്നതാണ് വിവാഹമെന്ന ബോധ്യം കൂടെയായിരുന്നു അത്. സൽഹയുടെ കുടുംബവും വളരെ നേരത്തെ ആ ബോധ്യം ഉൾക്കൊണ്ടവരാണ്. വരനെ സംബന്ധിച്ച് അവന് കഴിയുന്ന എന്തെങ്കിലും ഒന്ന് വിവാഹമൂല്യമായി നൽകുക എന്നുള്ളൊരു ചടങ്ങ് വളരെ ചെറിയൊരു ചടങ്ങാണ് വിവാഹം എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ നാട്ടിൽ കുറേ മാമൂലുകളും പിന്നെ സാമ്പത്തികമായി കുറച്ച് പുരോഗതി വന്നപ്പോൾ ആൾക്കാർ കാട്ടിക്കൂട്ടുന്ന അതൊന്നും വേണ്ടാന്ന് കരുതി. സലാമിൻ്റെ ആ ഒരു വാദം അങ്ങനെ തന്നെ ഉറച്ചു നിന്നു. എൻ്റെ മകളെ കല്യാണം വരുന്ന ആളുകൾ ഏത് കാലത്ത് വില കൂടിയാലും ഇല്ലെങ്കിലും സ്വർണവുമായി ബന്ധപ്പെടുത്തി അവനൊന്നും ചെയ്യുന്നില്ല. സ്വർണം കല്യാണത്തിന് ഒരു ഉപാധിയാക്കി വെക്കാതിരുന്നാൽ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിക്കാഹിന് ഹർഷദ് നൽകിയ മഹറാഭരണമല്ലാതെ സൽഹ മറ്റൊരു ആഭരണവും ധരിച്ചിരുന്നില്ല, വാങ്ങിയിട്ടുമില്ല. ആ യാത്ര അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. തന്നെ വിവാഹം നടത്തിയതിൻ്റെ പേരിൽ സാമ്പത്തിക ബാധ്യതകൾ കൊണ്ട് ഉപ്പയും സഹോദരങ്ങളും ബുദ്ധിമുട്ടരുതെന്ന നിർബന്ധം കൂടെ സൽഹയുടെ ചിന്തകളിലുണ്ട്. വരും തലമുറയ്ക്ക് നല്ല പാഠങ്ങൾ പകരണമെന്നതും ഇരുവരുടെയും ആഗ്രഹമാണ്. ഗോൾഡിൻ്റെ മാർക്കറ്റ് ഒരു ട്രെൻഡായി നിൽക്കുകയാണ്. സോ അതിന് എസ്കേപ്പ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും ഇതിപ്പം എസ്കേപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറേ ആൾക്കാരെ കൺവിൻസ് ചെയ്യണം. ഇതല്ല ഇതിൽ മെച്ചപ്പെട്ടൊരു രീതി ഉണ്ട്. നമ്മളെ ഈ ജനറേഷൻ ആകെ പെട്ടുപോയിട്ടുണ്ട് ഈ ഗോൾഡ്. ഇനി വരുന്ന ജനറേഷന് ഞങ്ങൾ ആഗ്രഹിക്കണം അങ്ങനെ വരാൻ പാടില്ല. ഈ ട്രെൻഡൊന്ന് മാറി കിട്ടണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പൊന്നിന്റെ വില ലക്ഷത്തിലേക്കാണ്. വിവാഹമെന്ന ലക്ഷ്യത്തിന് പക്ഷേ പൊന്നൊരു പ്രശ്നമല്ലെന്ന് കരുതാൻ മനുഷ്യർക്കൊക്കെ സാധിച്ചാൽ എല്ലാം മനോഹരമാകുമെന്നതാണ് യാഥാർത്ഥ്യം. വിവാഹങ്ങളെ പൊന്നിൻ വിലയിൽ തൂക്കാതിരുന്നാൽ പൊന്നിനേക്കാൾ മനോഹരമുള്ളതാണ് വിവാഹമെന്ന് പറഞ്ഞു വെക്കുകയാണ് ബേബി സൽഹയും ഹർഷദും. ആ കഥയാണ് അവർ മനോഹരമായി പറഞ്ഞത്. ക്യാമറമാൻ ജോം ടി കെയൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.